നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മുളകിട്ട ഒരു ഫിഷ് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി, പിന്നെ കറിവേപ്പില. ഇനി നമ്മൾ എടുത്തിട്ടുള്ള എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ കറി റെഡിയാക്കാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ചൂര മീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇത് റെഡിയാക്കാൻ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫുൾ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ഈ അരപ്പ് നമുക്ക് വറ്റിച്ചെടുക്കണം. ഇനി ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഈ അരപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ പീസും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം. കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇത് തിക്കാക്കി എടുക്കാം. ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ ആ തിളക്കുമ്പോൾ തന്നെ കറി തിളക്കുന്ന സമയത്ത് തന്നെ ഓഫാക്കാം. തിക്ക് ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി സമയം വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയാൽ മതി. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കുത്തരി ചോറിൻ്റെ കൂടെ ഈ മീൻ കറിയും കൂടി കൂട്ടി കുഴച്ച് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്.